ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. കുറച്ചധികം നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഫ്യൂച്ചർ സ്പൗസിനെയുമായി ബന്ധപ്പെട്ട് ഞാനൊരു പിക്കച്ചാം റീഡിംഗ് എടുപ്പോൾ അതിൻ്റെ താഴെ വീണ്ടും കമൻസ് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കുറച്ച് നാളുകളായി അവർ ക്ഷമയോടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്കിപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റീഡിംഗ് ചെയ്യാണ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ പേഴ്സണാലിറ്റി ട്രയറ്റ്സ്. ഓക്കെ, അവരുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കും, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. 3 ഗ്രൂപ്പിനും ഓരോ ചാംസ്, ഓരോ പൂവുകൾ നമ്മളിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-നുള്ള ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 2 ഗ്രൂപ്പിലെയും റീഡിംഗ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വളരെ സ്വസ്ഥമായ ഒരു മനസ്സോട് കൂടി ഇരുന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ആദ്യം നമ്മൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 1-ൻ്റെ ഭാവി ജീവിത പങ്കാളിയുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? ക്ലാരിഫൈ ദ വേൾഡ് ആണ് കിട്ടിയിട്ടുള്ളത്. അവർ ഒരു എന്താ പറയുക, ഓരോ അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ ഓക്കെ, ആ അവസാനിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അവർ തിരിച്ചറിയുമ്പോൾ അത് വളരെ സമാധാനത്തോടെയാണ്, സമചിത്തതയോടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് അവരുടെ പ്രത്യേകതയാണ്. ഓക്കെ, അവർ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പം എത്ര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു അധ്യായമാണെങ്കിലും അവരത് അകന്നു പോകുമ്പോൾ, അത് അധ്യായം അവസാനിക്കുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇത് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനത്തെ ഭയങ്ങളൊന്നും അവർക്കില്ല. അതിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങളൊക്കെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വന്ന മാറ്റങ്ങളെയും അവർ അംഗീകരിക്കുന്നുണ്ട്, അവരത് തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു പാഠം അവസാനിച്ച് പോകുമ്പോൾ അത് ജീവിതത്തിൽ നിന്ന് പോകേണ്ടതാണ്, അത് ജീവിതത്തിൽ പോകേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ടാണ് അതിപ്പോൾ അവസാനിച്ച് പോകുന്നത് എന്ന ഒരു ഏതൊരു എന്താ പറയുക, ഒരു എനർജി ആയിക്കോട്ടെ, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് അവസാനിച്ച് പോകുമ്പോൾ അത് അവസാനിക്കേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അവരുടെ എന്താ പറയുക, അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസും പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നേ പാസ്റ്റിൽ നിന്ന് ഹീൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടും പാസ്റ്റിൽ നിന്ന് വിട്ടുപോരൊരു ബുദ്ധിമുട്ടും അതൊക്കെ അവർ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അവരിപ്പോൾ ഒരു ഹീലിംഗ് കഴിഞ്ഞിരിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. അവർ വളരെ ഹീൽഡ് ആണ് ഇപ്പോൾ. ആ ഒരു ഇൻസെക്യൂരിറ്റി, അവർക്കുണ്ടായിരുന്ന സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അവരെ സംബന്ധിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, എന്താ പറയണ്ടേ, സംശയങ്ങൾ, ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം അവരിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് നല്ലതല്ലാത്ത പാസ്റ്റ്, ഓക്കെ, അവർക്ക് നല്ലതല്ലാത്ത എനർജി, അത് എന്തും ആയിക്കൊള്ളട്ടെ, അതൊരു സാഹചര്യമാകാം, ഒരു വ്യക്തിയാകാം, ഓക്കെ, ഒരു സന്ദർഭമാകാം, എന്തും ആയിക്കൊള്ളട്ടെ, ആ ഒരു എനർജി അവർക്ക് നല്ലതല്ല. അവരതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകേണ്ടതാണ്, അതിൽ നിന്ന് വിട്ടു പോരേണ്ടതാണ്, അതാണ് അവർക്ക് ഗുണകരമായിരിക്കുക എന്ന് തിരിച്ചറിയുമ്പോൾ അവരത് ചെയ്യും. അത് എത്ര വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരത് ചെയ്യും. കാരണം അവരവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരെ തന്നെയാണ്. അവർക്കായിട്ട് ഈശ്വരൻ കരുതി വെച്ചിട്ടുള്ള ആ ഒരു മാറ്റങ്ങളെ അവർ പൂർണ്ണമായിട്ടും അത് ബഹുമാനിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ നല്ലതാണ് എന്ന വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്ര വിഷമം ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യണത്, ആ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് അവസാനിക്കണം, അത് അവസാനിച്ച് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ പുറത്ത് വരേണ്ടതാണ് എന്നവർ തിരിച്ചറിയുമ്പോൾ അവരത് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അത്രയും ആഴത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഭാവിയെ എപ്പോഴും അവരൊരു എന്താ പറയുക, വളരെ ഒരു പോസിറ്റീവായിട്ട് നല്ല രീതിയിലാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അവർ ചിന്തിക്കുക. നല്ല വശങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, നല്ല നല്ല കാര്യങ്ങളാണ് അവരെപ്പോഴും
പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അവരൊരിക്കലും ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്തിരിക്കുക. കുറേ പേർക്ക് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൂടെ എന്ന് പറയുമ്പോൾ അവരെന്താ പറയുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അപ്പോഴേക്കും നമുക്കൊന്ന് കരുതിയിരിക്കേണ്ടേ, അതിനാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണേ എന്ന് അവരുടെ ഭാഗം അവർ ന്യായീകരിക്കാനായിട്ട് പറയും. അത് അവർക്കറിയാം അവർ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അവർ പക്ഷേ അത് ശരിയല്ല എന്ന് അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിലാണ് അവരെന്ത് ചെയ്യാം, അവരിങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ പറയാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ അവരെ തിരുത്താനൊന്നും നിൽക്കേണ്ടത്, അവർ പഠിച്ചോളും. അവർക്കുള്ള പാഠം അവർ ഈശ്വരൻ പല പ്രാവശ്യമായിട്ട് കൊടുക്കും. അത് അവർ തന്നെയാണ് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരിക്കൽ പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ എന്നിട്ട് അവരത് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യണേന്ന് നോക്കൂ. അവരതിനെ നമ്മൾ പറയുന്നതിനെ പൂർണ്ണമായി നിരസിച്ച് അവരുടെ ഭാഗങ്ങളെ ന്യായീകരിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിങ്ങളുടെ എനർജി ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുക. അവർ ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ചും ആ ഭാവി നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എത്ര നല്ല രീതിയിൽ നടക്കും എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്തയായിരിക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, വളരെ ഹീൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പിന്നെ അവരുടെ ഒരു ഹൈ മെച്യൂരിറ്റി ഉണ്ട് അവർക്ക്. ഓക്കെ, ഒരു എർത്ത് എനർജി കൂടുതലായിട്ട് കാണുന്നു. ഒരു ഹൈലി മെച്യൂർഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളെ എല്ലാം വളരെ സീരിയസ് ആയി എടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഈ ചെറിയ കാലത്തേക്കുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ജീവിതാവസാനം വരെയുള്ള ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ ഡേറ്റിംഗ് പ്രണയബന്ധങ്ങളായിക്കോട്ടെ, അതും അവർ നോക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ലോങ് ടേം ബന്ധത്തിനെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഒരു കാഷ്വൽ, ചിലരുണ്ടല്ലോ കാഷ്വൽ ഡേറ്റിംഗ്, അതായത് പ്രത്യേകിച്ച് വേറെ സീരിയസ് ആയിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന്, അങ്ങനത്തെ ഇല്ല. റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ സീരിയസ് ആണ്. അവരതിന് വളരെ ഒരു പ്രാധാന്യത്തോടെ കാണുന്നൊരു കാര്യമാണ്. ചുമ്മാ ഒരു രസത്തിനോ അല്ലെങ്കിൽ നേരം പോകുന്നതിനോ ആയിട്ട് അവരങ്ങനത്തെ ഒരു കാര്യം, ഒരു പ്രണയമൊന്നും ഒരു നേരം പോക്കായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. പിന്നെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ, ഈശ്വരൻ കൊണ്ടുവരുന്ന എനർജി, ആ ഒരു എന്താ പറയണ്ട, ഈശ്വരൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നത് ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, എങ്കിൽ പോലും അത് ആഗ്രഹങ്ങൾ സബലീകരിക്കുമ്പോൾ അത് ഈശ്വരൻ അത് ആ രീതിയിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് എനിക്ക് നല്ലതായതുകൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അതിനെ വരുന്ന രീതിയിൽ ജീവിതം എങ്ങനെയാണോ അവരുടെ ജീവിതം എങ്ങനെ സംഭവിക്കുന്നു അത് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന, അങ്ങനെ അതേ രീതിയിൽ അതിനെ എന്താ പറയണ്ടേ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് അവരെപ്പോഴും ഓർക്കുകയും അതിനോടൊക്കെ എപ്പോഴും നന്ദിയുള്ള ഒരാളായിട്ട് കാണുന്നു. ഓക്കെ, കുറച്ചൊരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അവരങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് എല്ലാവരോടും തുറന്നു പറയാം, അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാം, അങ്ങനത്തെ ഒരാളല്ല. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ, ഈ പ്രണയബന്ധത്തിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവരെ അങ്ങനെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്തു എന്ന് വരില്ല. ഒരു പൊതുവേ അവരുടെ ജീവിതത്തിൽ ആ സ്വകാര്യതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്വകാര്യതയെ നിങ്ങളും മാനിക്കാൻ തയ്യാറായിരിക്കണം. അവർക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അധികം ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമൊന്നും ആയിരിക്കില്ല. എവിടെയും പോയി എല്ലാവരോടും കൂട്ടാവും. ചിലരുണ്ടല്ലോ ഒരു പരിചയമില്ലെങ്കിൽ പോലും ആ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് കമ്പനിയാകുന്നു, എല്ലാവരുമായിട്ട് ആ ഒരു കണക്ഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. അത് എക്സ്ട്രോവേർട്സ് ആണ്. ഇവിടെ ഒരു ഇൻട്രോവേർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇമോഷണലി വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത്രയും സ്നേഹത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യവും മൂല്യവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ സ്വസ്ഥമായ, പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിലൊക്കെ വളരെ സ്വസ്ഥത ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഏതൊരു കാര്യത്തിനും അതിന് നല്ലൊരു സമയമുണ്ട്, ഏതൊരു കാര്യം നടക്കുന്നതിന് നല്ലൊരു സമയമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അവരുടെ ആ ജീവിത പങ്കാളിയെ, അതായത് നിങ്ങളെ കണ്ടുമുട്ടുന്നതിനും ഒരു ശരിയായ സമയമുണ്ട് എന്ന് വിശ്വസിച്ച്
വളരെ ക്ഷമയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കാണുന്നത്. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നു, അവരൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ അവർ ഒരു കാരണവശാലും അതിൽ ധൃതി വെക്കുക ഒന്നും ചെയ്യില്ല. വളരെ ക്ഷമയാണ് അവർക്ക്. അവർ ആ റൈറ്റ് പേഴ്സണെ മാത്രമേ അവർ അവരുടെ ജീവിതത്തിലേക്ക്, അങ്ങനെ പ്രണയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു കറക്റ്റ് ടൈം ഉണ്ട് നടക്കുന്നതിന്, ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ അത് സംഭവിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, അവരെ പെട്ടെന്ന് വളരെ ഭാഗ്യമുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് അവർക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർ ഈ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും എന്ന് ഒരു ചിന്ത. അതുപോലെ തന്നെ ആർക്കെങ്കിലും ദോഷം ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടതായി വരും എന്ന് ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു ഫാക്റ്റിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഓരോ ആക്ഷൻസും ഓരോ പ്രവൃത്തികളും അവർ ആ ഒരു ചിന്ത വെച്ചിട്ടാണ്, അവരാ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഉപദ്രവമില്ല എന്നൊരു ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ചെയ്യുക ഏതൊരു കാര്യം. ഓക്കെ, ഹൈലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് കിങ് ഓഫ് കോയിൻസിന്റെ എനർജി തന്നെയാണ് ഇവിടെ നിന്നൊക്കെ കിട്ടിയത്. ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്ത, ഓക്കെ, ഒരു പ്രൈവസി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. നിങ്ങളിൽ നിന്ന് ഒരു മുതിർന്ന ഒരാളായിട്ട് കാണുന്നു. പ്രായ വ്യത്യാസം കാണുന്നുണ്ട്. ഓക്കെ, ഒരു 8 വയസ്സ് വരെയൊക്കെ ഒരു പ്രായ വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അവരുടെ ജീവിതത്തിൽ അവർ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അവർക്ക് കൃത്യമായ ഒരു റുട്ടീൻ ഉണ്ട് അവരുടെ ജീവിതത്തിൽ. വളരെ ഒരു അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, വ്യായാമമൊക്കെ ചെയ്ത് ശരീരത്തിനൊക്കെ വളരെ ആരോഗ്യത്തോടെ കൊണ്ട് നടക്കുന്ന ഒരാൾ. ഓക്കെ, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി. കരിയറിൽ അവർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കാണുന്നു. ഫൈനാൻഷ്യലിയും അവർ അത്യാവശ്യം നല്ലൊരു നിലയിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1 ജീവിത പങ്കാളിയുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിന് വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചാലഞ്ചൊന്നും ഉണ്ടായാൽ പെട്ടെന്ന് അങ്ങനെ തകർന്നു പോകുന്ന ഒരാളൊന്നുമല്ല. നമ്മൾ പറഞ്ഞു, ഫൈനാൻഷ്യലി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കാം. അവരൊരു നല്ലൊരു ഫാമിലി പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അവർ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എന്ന നിലയിൽ അവർ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. കുടുംബത്തിനാണ് അവർക്ക് എപ്പോഴും പ്രാധാന്യം ആയിരിക്കുക. അവർ വളരെ കുടുംബത്തിനായിട്ട് അധ്വാനിക്കുന്ന, ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാത്രമല്ല കുടുംബത്തിനാണ് അവരുടെ ജീവിതത്തിൽ പ്രാധാന്യം. എത്ര തിരക്കുകളുണ്ടെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യം, വീട്ടിലത്തെ ഒരു കാര്യം, അവരുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് അവരെന്തായാലും സമയം കണ്ടെത്തിയിരിക്കും. ഓക്കെ, ഒരിക്കലും കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വേറെ ഒന്നിനും സാക്രിഫൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. ഈ പറഞ്ഞ പോലെ അവർ വളരെ ധൈര്യമുള്ള, അസാമാന്യ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും വളരെ ശാന്തമായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പകച്ചു പോവുക, ഭയപ്പെടുക, അതൊന്നുമില്ല. അവരതിനെ, ആ സിറ്റുവേഷന് കൃത്യമായ സന്ദർഭത്തിൻ്റെ കാര്യമായിട്ടൊന്ന് അവലോകനമൊക്കെ ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് ഏതാണെന്ന് മനസ്സിലാക്കി, അവർക്ക് ആരുടെയെങ്കിലും ഉപദേശം തേടണമെങ്കിൽ ഉപദേശം തേടി അവരതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും. അത് വളരെ സ്വസ്ഥമായിട്ട് ചെയ്യും. ചിലവർക്കുണ്ടല്ലോ, അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും, ചുറ്റുള്ളവരൊക്കെ ടെൻഷൻ എടുപ്പിക്കും. അവർക്കൊരു പേടി ഉണ്ടാവും, ചുറ്റുള്ളവരൊക്കെ പേടി, അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് മോഡിലാണെങ്കിൽ ആ നെഗറ്റിവിറ്റി മൊത്തം എല്ലാവരിലേക്ക് എത്തിക്കുക, ചുറ്റുള്ളവരൊക്കെ സ്വസ്ഥമാക്കുക. ആ ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അതൊരു വളരെ നല്ലൊരു ട്രൈറ്റാണ്. അതില്ലാത്ത ഒരാളാണ്. അവർക്ക് ചിലപ്പോൾ പെറ്റ് ഉണ്ടായിരിക്കാം, ഒരു വളർത്തുമൃഗം, ഒരു ഓമന മൃഗമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പൂച്ചയോ അല്ലെങ്കിൽ പൂച്ചയുടെ വംശത്തിൽപ്പെട്ടതോ ആയിരിക്കാം. ഇനി അതല്ല, വളർത്തുമൃഗം ഇല്ലെങ്കിലും പൂച്ചകളോട് പ്രത്യേക ഇഷ്ടമുള്ള ഒരാളായിരിക്കും. ഓക്കെ, പൂച്ചകൾക്കും ഈ ഒരു വ്യക്തിയോട് പ്രത്യേക ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കണക്ഷൻ. അത് ഒരു പരിചയമില്ലാത്ത പൂച്ചയാണെങ്കിലും ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് വരിക, ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഇത് കാണുന്നുണ്ട് പൊതുവെ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിത്രശലഭങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിത്രശലഭങ്ങളെ കാണും.
ഓക്കെ, ഒരു സൈനാണ്. ഒരുപാട് ചിത്രശലഭങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും കാണും. വളരെ അല്ലെങ്കിൽ പെക്യുലിയർ ആയിട്ടുള്ള ഒരു ചിത്രശലഭത്തിന് അത് എടുത്ത് കാണും, നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യും. ഓക്കെ, അതൊക്കെ അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ അങ്ങനെ കാണുക, അല്ലെങ്കിൽ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ചിത്രശലഭങ്ങളെ നിങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന ഒരു സൈനായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ഒരു സൈൻ. കമ്മ്യൂണിക്കേഷൻ അവരുടെ എടുത്തു പറയേണ്ട ഒരു കഴിവ് തന്നെയാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങൾ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരാളാണ്. ഇതൊരു പുതിയ വ്യക്തിയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇവരെ പരിചയമുള്ളതായിട്ട് കാണുന്നില്ല. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ധൈര്യമാണ്, ഏത് നേരിടാനൊരു ധൈര്യമുള്ള ഒരാളാണ്. എന്തൊരു സംഭവം ഉണ്ടെങ്കിലും ഇങ്ങനെ എന്താ പറയുക, അതിൽ നിന്ന് മാറി പിന്നാക്കം പോവുകയല്ല ചെയ്യുക, അതിലേക്ക് അടുക്കുകയാണ് ചെയ്യുക, അതിലേക്ക് പോവുകയാണ് ചെയ്യുക. അവരുടെ കഴിവുകളും അവരുടെ ഒരു ധൈര്യവും സംഭരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ആ ഒരു കാര്യത്തിന് ഡീൽ ചെയ്യുന്നതിനായിട്ട് ഒരിക്കലും അവർ അതിൽ നിന്ന് പിന്നാക്കം പോകുക, അതിനെ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഓക്കെ, പിന്നെ നന്നായി സംസാരിക്കുന്ന, അതായത് ഒരുപാട് സംസാരിക്കല്ല, ആ ഉപയോഗിക്കുന്ന വാക്കുകളും ആ പറയുന്ന രീതിയും എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സംസാര രീതി ആയിരിക്കും ഇവരുടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻട്രോവേർട്ടായിട്ടാണ് ഇവരിൽ കൂടുതൽ കാണുന്നത്. പക്ഷെ അവർ ആ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, അവർ ഉപയോഗിക്കുന്ന വാക്കുകളായിക്കൊള്ളട്ടെ, അത് കേൾക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ തോന്നും. ഓക്കെ, ചില വ്യക്തികളുണ്ട് ഇല്ലേ അങ്ങനത്തെ, അത് വളരെ അനുഗ്രഹമായിട്ടാണ് ഞാൻ പറയുക. അവരുപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കത് കേട്ടിരിക്കാനായിട്ട് തോന്നും. ആ ഒരു പറയുന്ന രീതിയുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നമ്മളിലെ എന്തെങ്കിലും ഒരു കുറവുകൾ എടുത്തു പറയുന്നതായിരിക്കാം. ഓക്കെ, നമ്മളോട് തിരുത്തുന്നതായിരിക്കാം. പക്ഷെ ആ പറയുന്ന രീതിയിൽ നമ്മളവിടെ ഒട്ടും ഒഫൻഡഡ് ആകില്ല. നമുക്കത് കേട്ട് അത് ഓക്കെ, അത് ഫോളോ ചെയ്യണം അങ്ങനെ തോന്നും. പിന്നെ അതുപോലെ തന്നെ അവരെ ആശയങ്ങൾ പറയുമ്പോൾ അതിലൊരു കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നുകയും അത് കൃത്യമായിട്ട് അവരെന്താണോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് അതേ രീതിയിൽ അതേ ടോണിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതിന് അവരുപയോഗിക്കുന്ന വാക്കുകളും അവർ പറയുന്ന രീതിയും അവരുടെ ശൈലിയും വളരെയധികം ആകർഷണം തോന്നിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ സംസാര രീതി, അവരുടെ സംഭാഷണ രീതി എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ആകർഷിക്കും. ഫസ്റ്റിലെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു സംഭാഷണ രീതിയാണ്. അവരധികം ചിലപ്പോൾ സംസാരിക്കില്ല, അവരുടെ ശബ്ദം അതുപോലെ നിങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു ശബ്ദം ആയിരിക്കും. വളരെ ക്രിസ്പായിട്ടുള്ള, വളരെ ക്ലിയർ ആണ് അവർ പറയുന്ന കാര്യങ്ങൾ, ഉപയോഗിക്കുന്ന വാക്കും ഒക്കെ, ആ പ്രൊണൗൺസിയേഷനൊക്കെ വളരെ വളരെ ക്ലിയർ ആണ്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി അവർ സംസാരിക്കാൻ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഒരുപാട് അവരിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നു. ഇനി അവരുടെ പേഴ്സണാലിറ്റി ഫിസിക്കൽ അപ്പിയറൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാർഡ്സിൽ നമുക്ക് കിട്ടുന്ന കാർഡ്, അതിൽ കാണുന്ന പ്രത്യേകിച്ച് അതിൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കി പിന്നെ എനർജിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയുക. പറ്റാവുന്ന ക്ലൂസ് അത്രയും ഞാൻ തരുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അതിനെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ച് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. ഞാൻ കാർഡ്സ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നിൽക്കാം കേട്ടോ, ക്ലൂസിലേക്ക് കിടക്കാം. ക്ലാരിഫൈ ദ 3 ഓഫ് വാൻഡ്സ്. താങ്ക്സ്. ഇതിനെ കുറച്ചൊന്ന് നീക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് കാർഡ്സ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണുകയുള്ളൂ. ഓക്കെ,
ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് ഒരു 2 ടൈപ്പ് ഓഫ് അപ്പിയറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കളക്റ്റീവ് റീഡിങ് ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ആദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫെയർ ആണ്, പക്ഷേ ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പെയിലല്ല, അതായത് ഇങ്ങനെ വെള്ളറി വെളുപ്പല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെളുത്ത നിറം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വെളുത്ത നിറമുള്ള എന്താ പറയണ്ട, മുടിക്കൊരു ചെറിയൊരു ചോപ്പ് കളറ്, ഒരു ചോപ്പ് രാശിയുള്ള, ഇപ്പോൾ ബ്ലാക്ക് തന്നെയാണെങ്കിലും ചില കുറച്ചൊരു അതിനൊരു ചുവപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും ഇല്ലേ, അങ്ങനെ ആ ഒരു കളറ് ഉള്ള ഒരു വ്യക്തി അങ്ങനത്തെയാണ് കാണുന്നത്. കണ്ണിൻ്റെ കളറാണെങ്കിൽ ഹേസൽ കളർ അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും, അതായത് കറുപ്പായിരിക്കില്ല, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളർ ആയിരിക്കുക. ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു അപ്പിയറൻസിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റർ കോംപ്ലക്ഷനാണ്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കോംപ്ലക്ഷൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റർ കോംപ്ലക്ഷൻ ആയിട്ട് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ബ്രൗൺ ഐസ് നമ്മൾ പറഞ്ഞല്ലോ, ബ്രൗൺ ഐസ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി തന്നെയാണ് കേട്ടോ വരുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചുവപ്പ് കളർന്ന ഒരു വെളുത്ത നിറം ഉണ്ടല്ലോ, ചിലരിങ്ങനെ നല്ല വെളുത്ത നിറം, തനി വെളുപ്പ് തന്നെയായിരിക്കും. ചിലർക്ക് ആ വെളുപ്പിൻ്റെ കൂടെ ഒരു ചെറിയൊരു റോസ് ടച്ചും കൂടി ഉണ്ടാവും ഇല്ലേ, ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്ന ഒരു വെളുപ്പുണ്ട്. അത് ആ ഒരു കോംപ്ലക്ഷൻ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു കോംപ്ലക്ഷൻ, അതാണ് നിറം കാണുന്നത്. കൃഷ്ണമണിയുടെ കളർ എന്ന് പറയുമ്പോൾ ബ്രൗൺ കളറും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ടു ലൈറ്റ് ബ്രൗൺ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ മുടിയുടെ കളർ എന്ന് പറയുമ്പോൾ ബ്രൗൺ ആണ് കൂടുതൽ. അഗൈൻ മുടിക്കും ഒരു ബ്രൗൺ കളറാണ് കാണുന്നത്, ഒരു ചെമ്പൻ മുടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. ഓക്കെ, തനി കറുപ്പ് നിറം അല്ല കാണുന്നത്. ഇതാണ് അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. പിന്നെ അവരധികം ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും, ഒരു ആവറേജ് ടു ബിലോ ആവറേജ് ഹൈറ്റ് ആണ്. ഓക്കെ, വളരെ ഹൈറ്റ് ഉള്ള ഒരാളല്ല, ആവറേജ് ടു ബിലോ ആവറേജിലാണ് നിൽക്കുന്നത് അവരുടെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ അവരുടെ ഒരു ഫിസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ ആണുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 5 അടി 6 തൊട്ടൊരു 8-ന്റെ ഉള്ളിൽ അങ്ങനെ. ഓക്കെ, പെൺകുട്ടികളെയാണ് പറയുന്നതെങ്കിൽ ഒരു 5 അടി 1 ഇഞ്ച് ഒക്കെ ഉണ്ടല്ലോ, 1 ഇഞ്ച് 2 ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. മാക്സിമം 5 അടി 3 ഇഞ്ച് ആ ഒരു ലെവലിലാണ് ഹൈറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമാണ്. ഇനി ഫാറ്റ് ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റുള്ള ഒരു ബോഡി ആയിരിക്കില്ല, എന്നാൽ വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കില്ല, വളരെ സ്ട്രോങ് ആയിരിക്കും, ഫിസിക്കലി ഒരു വളരെ സ്ട്രോങ് ആയിരിക്കും. എസ്പെഷ്യലി പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഒരു സ്ട്രോങ് ബോഡിയാണ് അവരുടെ കാണുന്നത് കേട്ടോ. എന്നാൽ എന്നാൽ വണ്ണം തോന്നാത്ത ചിലർ അങ്ങനെ ഉണ്ടല്ലോ, അതായത് വണ്ണം നമുക്ക് തോന്നില്ല പക്ഷെ നല്ല ആരോഗ്യമുള്ള നല്ല ശക്തിയുള്ള ആളുകൾ, ആ ഒരു കാറ്റഗറിയിലാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവർക്ക് ഈ പറയുന്നത് പോലെ പുരുഷന്മാരാണെങ്കിൽ താടിയും മീശയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ഒരു ബോഡി ഷേപ്പ്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഓരോ ഒക്കേഷനും അനുസൃതമായിട്ടുള്ള ഡ്രസ്സിങ് ആണ് അവർ ചെയ്യുന്നത്. കൂടുതലും ഇങ്ങനെ എന്താ പറയുക, ഒരു കാഷ്വൽ വെയറിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വളരെ ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ അവരുടെ ഒരു ഈ പറഞ്ഞ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ളത്. ഓക്കെ, യെസ്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മുടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറേ ഞാൻ പറയാം എന്താ പറയുക, ഹിപ്പിന് തൊട്ട് മുകളിൽ വരെയൊക്കെ ആയിട്ട് മുടി ഉണ്ടാകാനൊക്കെ ആയിട്ട് അത്രയും ലെങ്തി ഹെയർ, ഒരു മീഡിയം ലെങ്ത് ഹെയർ ആയിരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പുരുഷന്മാരുടെ കാര്യത്തിൽ അത്രയും ലെങ്തി ആവുന്നില്ല, പക്ഷെ ചിലർ ഷോൾഡർ വരെയൊക്കെ ചിലപ്പോൾ ഹെയർ ഉണ്ടാക്കാം അവർക്ക്. ഓക്കെ, പക്ഷെ വളരെ തിക്കായിട്ടുള്ള ഒരു ഹെയർ ആയിരിക്കും, കുറച്ചൊരു വേവി ആയിട്ടുള്ള ഒരു ഹെയർ ആയിരിക്കും, അങ്ങനെയും കൂടെ കാണുന്നു. യെസ്, ഇതന്നെയാണ് കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, ഇത്രയുമാണ് ഫിസിക്കൽ അപ്പിയറൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസിലേക്ക് പോവാം. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇനീഷ്യൽസ്, അതുപോലെ തന്നെ അവരുടെ ബർത്ത്
മന്ത്. ഓക്കെ, ജനിച്ച മാസം, ജനിച്ച തീയതി, ജനിച്ച ദിവസം, പിന്നെ സോഡിയാക് സൈൻ തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസ്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് 1ൻ്റെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, വളരെ കുറച്ച് ക്ലൂസാണ് നമുക്ക് കിട്ടിയത്. ഒറ്റ തീയതി കിട്ടിയിട്ടുള്ളൂ, 19. ഓക്കെ, 19 അവരുടെ ജനന തീയതി ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ബുധനാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്, ബുധനാഴ്ച ഒരു ജനിച്ച ദിവസമാകാൻ സാധ്യതയുണ്ട്. പിന്നെ വൈ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഈ വൈ എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ട്. ഇനി നമുക്ക് ജനന മാസങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് അവർ ജനിച്ച മാസമായിരിക്കാം. ജൂൺ, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, വിൻ്റർ സീസൺ. അപ്പോൾ പ്രധാനമായിട്ട് ആ വിൻ്റർ സീസണിലൊക്കെ തന്നെയാണ് നവംബർ, ഡിസംബർ വന്നിട്ടുണ്ട്. അപ്പോൾ വിൻ്റർ സീസണിലാണ് അവർ ജനിച്ചതായിരിക്കാൻ സാധ്യത കാണുന്നത്. അവർ ജനിച്ച മാസങ്ങളിൽ പറഞ്ഞതിലേതെങ്കിലും ഈ പറഞ്ഞ 4 ഏതെങ്കിലും ഒന്ന് ആകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ വിൻ്റർ സീസൺ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീസൺ ആയിരിക്കും, ഫേവറേറ്റ് സീസൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെയും ആകാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ സംബന്ധിച്ച ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ്, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി, ഭാവി ജീവിത പങ്കാളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അവരുടെ സ്വഭാവ സവിശേഷതകൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, പക്ഷേ ഞാൻ പരമാവധി മലയാളത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗ്രൂപ്പ് 2ൻ്റെ ഭാവി ജീവിത പങ്കാളിയുടെ സ്വഭാവ സവിശേഷതകൾ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്തൊക്കെയാണ്? ഓക്കെ, clarify the 9 of swords. ഓക്കെ, ഇത്രയും കാർഡ്സ് വന്നാൽ ശരിയാവില്ല. clarify the 9 of swords. താങ്ക് യു. അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരെ ഭയങ്കര ടെൻഷൻ വരുന്ന ഒരാളാണ് കേട്ടോ. പെട്ടെന്ന് ടെൻഷൻ അടിക്കുക, കാട് കയറി ചിന്തിക്കുക, ആ ഒരു ക്യാരക്ടർ ഉണ്ട് അവർക്ക്. പക്ഷെ അത് അവർ ഉള്ളിൽ തന്നെ വെക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ അടുത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളോടത് പറയില്ല. അവർ മനസ്സിലിട്ടത് ഇങ്ങനെ നീറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്നാൽ അതിൻ്റെ ദേഷ്യം പുറത്ത് കാണിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് അങ്ങനെയും ഇല്ല. അത് അവർ മനസ്സിലാണ് വെക്കുക. അത് പക്ഷെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ അവരെ തന്നെ എന്താ പറയുക, സ്ട്രെസ്സും ആ ഒരു ഇതൊക്കെ അവർ തന്നെ സഹിക്കുകയാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവർക്ക് കാണുന്നുണ്ട്. കുറച്ച് ഭയമുണ്ട്. ഓക്കെ, ഭയം എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനത്തെ ഭയമാണ്. സ്നേഹം കൂടിയിട്ടുള്ളൊരു ഭയമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അവർക്ക് ഒരു എന്താ പറയുക, അതിനെ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. അവർ വർക്ക് ചെയ്യാൻ, അവർ കഠിനാധ്വാനം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അവരത് ചെയ്യുകയും ചെയ്യും. അതൊരാളെ പിന്നിൽ നിന്ന് പ്രഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർ ചെയ്യും. പിന്നെ അവർക്ക് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ജീവിതത്തിലൂടെ ആയിക്കോട്ടെ, മറ്റുള്ളവരിൽ നിന്നായിക്കോട്ടെ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ജീവിതത്തിനെ സംബന്ധിച്ചിട്ടുള്ള എന്താ പറയുക, മൂല്യങ്ങളായിക്കോട്ടെ, പുതിയ പാഠങ്ങൾ, ഇതൊക്കെ അവർ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് ചിലപ്പോൾ അവരിങ്ങനെ എൻ്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ശരി, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഈഗോ അധികം ഇല്ലാത്ത ഒരാളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
മറ്റൊരാൾ ഇപ്പോൾ അവരെ നിങ്ങളുടെ കാഴ്ചപ്പാടല്ല കേട്ടോ, ശരിക്കും അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ തിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇവർ വാദിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ പറയുന്നത് തന്നെ ശരി, അതാണ് ശരിയെന്നൊന്നും അവർ പറയാൻ നിൽക്കില്ല. അവരെന്ത് ചെയ്യും, അതെയോ ഓക്കെ, അതെന്താ വെച്ചാൽ അത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് അല്ലേ, പറയുന്ന ആളുടെ കാഴ്ചപ്പാടാണ്, അവരുടെ ജീവിതാനുഭവങ്ങളാണ് അവർക്ക് ആ ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്കുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പം അത് അവരതിനെ മാനിക്കുകയാണ് ചെയ്യുക, മറ്റേ വ്യക്തി പറയുന്നതിനെ മാനിക്കുകയാണ് ചെയ്യുക. അവിടെ വാദിച്ച് തർക്കിച്ച് ഇവരുടെ ഭാഗമാണ് ശരിയെന്നൊന്നും അവർ ഇതാക്കാൻ പോകില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളും ഓരോ അഭിപ്രായങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന ബോധ്യം ഉള്ള ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അവർക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ, പ്രിയപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സെൽഫ് സഫിഷ്യൻ്റ് ആണ്. സാമ്പത്തികമായിട്ട് അവർ സ്വതന്ത്രരാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്കുണ്ട്. ഓക്കെ, അവരുടേതായ കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അതാണ് അവർക്ക് ഇഷ്ടവും. അവർക്ക് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണ്ട ഒരാളാണ്. അത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ, അതായത് അവർക്കത് അവരുടെ എന്താ പറയുക വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ യാതൊരു കാരണവശാലും അവരിൽ നിന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എടുത്ത് കളയാതിരിക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അവരോട് പറയാതിരിക്കുക. ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് വേണം, എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളോട് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യാത്തത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അവരാ പഠിച്ചതിനെയും അവരെടുത്ത ഹാർഡ് വർക്കിനെയും മാനിക്കുന്നതാണ് അവർ ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ് ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ഒരു സൈഡ് ഹസലിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 9 to 5 ജോബിലായിരിക്കും ഒരു മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു സൈഡ് ഹസിൽ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ചെറുതായിട്ട് ഓൺലൈനായിട്ടോ അല്ലാതെയോ ഒരു സൈഡ് ഹസിൽ ഉണ്ടാവും അവർക്ക്. പക്ഷെ ഫൈനാൻഷ്യലി അവർ വളരെ വളരെ എന്താ പറയുക ഹയർ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ ഒരു പിന്നെ എന്താ പറയണ്ടേ ലൈഫും എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ട് കാണുന്നു. അവർക്ക് പ്രകൃതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട് ഉണ്ടെങ്കിൽ അവിടെ ബാക്ക് യാർഡിലൊക്കെ ഈ പഴച്ചെടികൾ ഒരുപാട് വളർത്താൻ സാധ്യതയുണ്ട്. മരങ്ങൾ ഓക്കെ, മരങ്ങൾ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകുന്ന പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന മരങ്ങൾ വളർത്താൻ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. കാരണം കുറേ പക്ഷികളും അപ്പോൾ മൃഗങ്ങളും ഒക്കെ വരുമല്ലോ, അത് അവർക്ക് വളരെ ഇഷ്ടമാണ്. ആ ഒരു നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്രീച്ചേഴ്സൊക്കെ ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ എന്താ പറയണ്ടേ ഗ്രൂപ്പ് 1 നമുക്ക് ഈ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂച്ചകളെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പൂച്ച ചിലപ്പോൾ രോമന മൃഗമായിട്ട് ഉണ്ടാകാം, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ആ ഒരു അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ അപ്ഗ്രേഡ് ഉണ്ടാകുന്ന അനുസരിച്ച് അവർ ജീവിതത്തിൽ അതിനനുസൃതമായ മാറ്റങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ പോലും ആ ഒരു മാറ്റം അവർ കൊണ്ടുവരും എന്ന് കാണുന്നു. പിന്നെ എപ്പോഴും എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഓവർ തിങ്കിങ് ഒരു സൈഡ് ഉണ്ടെങ്കിലും ആ ഓവർ തിങ്കിങ്ങിൽ അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ച് ഭാവിയെ കുറിച്ചിട്ടൊക്കെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ അതിനത്രയും പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ജീവിതത്തെക്കാൾ സംബന്ധിച്ച് മറ്റുള്ളവരുടെ അവർക്ക് പ്രിയപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ വരുമ്പോഴാണ് അവർ വല്ലാതെ കൺസേൺഡ് ആവുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവുമെന്നൊരു അത് സ്നേഹം കൊണ്ടുള്ള ഒരു എന്താ പറയണ്ടേ ടെൻഷനാണ്. സ്നേഹം കൊണ്ടാണ് ആ ടെൻഷൻ വരുന്നത്. അങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവർക്ക് എല്ലാം സുഖമായിരിക്കില്ലേ, മനസ്സിലായില്ലേ? അത് വെറുതെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് റീഅഷുറൻസ് നൽകുക. അവരൊരിക്കലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു അസ്വസ്ഥത ഉണ്ടായാലോ എന്ന ഭയം കൊണ്ട് അവർ ഷെയർ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഅഷുർ ചെയ്താൽ മതി. ഓക്കെ, നമ്മളെല്ലാം ഹാപ്പിയാണ്, നമ്മൾ സേഫാണ്, പ്രശ്നമൊന്നുമില്ല, എല്ലാം നന്നായി പോകണു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് വളരെ സമാധാനമാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ പൂന്തോട്ടം, പൂക്കള്, പഴങ്ങള്, അങ്ങനത്തെ ചെടികളോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. ചെടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിട്ട് കാണുന്നു. ഈ പറഞ്ഞ പോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അത് വളരെ പ്രകൃതി സ്നേഹിയാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അവരെപ്പോഴും എന്താ പറയണ്ടേ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളവരുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോഴും അവരെപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ നടക്കും, നല്ലതായിരിക്കും, എല്ലാം കൂടി നല്ലതേ വരൂ, അങ്ങനെ അവർ വളരെ ജീവിതത്തിൽ വളരെ വിജയിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് കാണാനായി സാധിക്കുന്നത്. ഓക്കെ, ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച ആ ഒരു വിജയം, ആ ഒരു ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും കാണുന്നു.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നത്. അതിന് വേണ്ടി അതായത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സന്തോഷം കൊണ്ടുവരിക. അതാണ് അവരുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കുമ്പോഴാണ് ഇവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും പ്രയത്നിക്കുക. അതിനായിട്ട് അവരെപ്പോഴും ശ്രമിക്കാറുണ്ട്, അവർക്ക് പ്രിയപ്പെട്ടവരിലേക്ക് സന്തോഷം എത്തിക്കുന്നതിന്. ഓക്കെ, പിന്നെ ഒരു പറഞ്ഞ പോലെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എനർജിയും ആയിട്ട് കിട്ടുന്നുണ്ട് അവരുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ. പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ, അതിലൊരു സംശയമില്ല. പിന്നെ അവർ കാര്യമായിട്ട് ഭാവിയിലേക്ക് സേവ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് അതൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ ഫീൽഡിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡ്, ഓക്കെ, കൊമേഴ്സ് ഫൈനാൻസ് ഫീൽഡിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കൂ. അതിലവർക്ക് വിഷമം ഉണ്ടാകുമെങ്കിലും അവരെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അവരത്രയും കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും അവർക്കത് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് കൊണ്ടുവരിക എന്ന്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവരെപ്പോഴും മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു നഷ്ടത്തിൽ നിന്ന് അവർ കരകയറുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അങ്ങനെ അപ്പോൾ ആ വരുന്നതിന് അപ്പോൾ ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവരൊരു കാര്യം ആഗ്രഹിച്ചു, ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല അത് വരിക. ഓക്കെ, എന്നിരുന്നാലും വന്നതിനെ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചതല്ലല്ലോ കിട്ടിയത്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, അത് കിട്ടിയില്ല, അങ്ങനെയില്ല. അത് തോന്നിയാൽ പോലും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് അവർക്ക് നല്ലത് ഇതാണ്, ഇപ്പം വന്നിരിക്കുന്ന അവരാഗ്രഹിച്ച കാര്യം ഇപ്പം എങ്ങനെയാണോ സംഭവിച്ചത് അത് അവരുടെ നല്ലതിനാണ്, ഇതാണ് അവർക്ക്, ഇങ്ങനെയാണ് അവരുടെ നല്ലതിന് സംഭവിക്കേണ്ടത് എന്നും ഒരു തിരിച്ചറിവുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പിടിവാശി പിടിക്കുക, വിഷമിക്കുക അല്ല. അവർക്ക് കിട്ടിയിട്ടില്ല, നഷ്ടങ്ങൾ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനത്തെ ആളുകൾ വളരെ 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 അപൂർവമാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കാണുന്ന ഭൂരിഭാഗം ആളുകളും അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അവരിപ്പോഴും പറയാം. ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്ത് നല്ലത് നടന്നിട്ടുണ്ടാവും, എന്നാലും ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം അതുമ്മ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അയ്യോ എന്നാലും അതില്ലല്ലോ, എന്നാലും അതില്ലല്ലോ. അപ്പോൾ ഇപ്പം എനിക്ക് അത്രയും പരിചയമുള്ള ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ ഞാൻ പറയാം, അല്ല പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കും, നടന്ന കാര്യങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായില്ലേ, അത് സംഭവിച്ചു പക്ഷെ എന്നാലും ഇതില്ലല്ലോ. അപ്പം എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി എത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇല്ലായ്മയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് അട്രാക്ട് ചെയ്യുന്നത് ആ ഇല്ലായ്മ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ പതുക്കെ ആ എന്തൊക്കെ ഇല്ല എന്നുള്ളതിൻ്റെ എണ്ണം കൂടും, ഉള്ളതിൻ്റെ എണ്ണം കുറയും. മനസ്സിലായോ? അത് ആ ഒരു ഫാക്റ്റ് അത് മനസ്സിലാക്കിയാൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാര്യമായൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അവർ ഈ ഭാവിയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലാണ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുക. അവർക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അപ്പുറത്ത് വിഷമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് വിഷമിക്കുന്ന ഒരാളെ അല്ല. ഓക്കെ, അത് സംഭവിച്ചു, പക്ഷേ എനിക്കപ്പുറത്ത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് പ്രയത്നിക്കുന്ന, അതിനായിട്ട് ആക്ഷൻസ് എടുക്കുന്ന ഒരാളാണ്. നാച്ചുറലി അല്ല അത് സംഭവിക്കുന്നത്, അവരുടെ ഭാഗത്തുനിന്ന് അവരതിന് കാര്യമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. കുറച്ചൊരു ട്രഡീഷണൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കും കേട്ടോ. അവർക്ക് ഈ പഴയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ അവർ വളരെയധികം മാനിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അന്ധവിശ്വാസത്തിനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വിശ്വസിക്കാതെ ചിലരുണ്ടല്ലോ, എന്തിനേയും എതിരെ അത് എതിർത്ത് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ. വിശ്വാസങ്ങളെയൊക്കെ എതിർത്ത് പറയുന്ന, ശരിയാണ്, അന്ധവിശ്വാസം അത് ഏത് തരത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും അന്ധവിശ്വാസം, അന്ധമായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് മോശമാണ്, അത് ആരോഗ്യപരമായ ഒരു കാര്യമല്ല. അപ്പോൾ അതുപോലെ പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെയൊക്കെ അതൊക്കെ റെസ്പെക്ട് ചെയ്യാം. അതിനൊക്കെ എന്താ പറയുക, ഇനിയും കാലാകാലം അതൊക്കെ വേണം എന്നാഗ്രഹിക്കുന്ന, അതൊക്കെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി.
അപ്പോൾ അവരത് അത്രയും മാനിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർ അതിപ്പോൾ അവരുടെ തന്നെയല്ല, ഏതൊരു എന്താ പറയുക വിഭാഗത്തിൻ്റെയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ മാനിക്കുന്ന, അതിനെക്കുറിച്ച് അറിയുമ്പോൾ അത് അത് എത്ര വ്യത്യാസമാണെങ്കിലും കൗതുകം ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനെക്കുറിച്ച് വേണ്ടാത്ത ജഡ്ജ്മെൻറ്റുകളൊന്നുമില്ല. ഓക്കെ, ഇതെന്താ ഇവരിങ്ങനെ ചെയ്യണേ, ഇതെന്താ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞ് കളിയാക്കുകയോ അല്ലെങ്കിൽ അതെന്തോ പോരായ്മയാണെന്നുള്ള പോലെ പറയുകയോ ഒന്നും ചെയ്യില്ല. കമ്പാരിസൺസ് ഇല്ല, അവരതിനെ അതുപോലെ തന്നെ അംഗീകരിക്കും. ഓക്കെ, ഈശ്വരനിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പം സ്പിരിച്വലി അവർ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ എന്താ പറയുക അവരുടെ സമയം അവർ ചെലവഴിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാകാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആണ് അവർ, എന്തൊരു കാര്യത്തിലും ട്രഡീഷണൽ മൈൻഡ് സെറ്റാണ്. ട്രഡീഷണൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതും നാർസിസിസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതും രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നാന്ന് വിചാരിക്കരുത്. ഇപ്പം പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതിന് പല പല റിലേഷൻഷിപ്പിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അല്ലേ. പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാലം മാറുന്നതനുസരിച്ച് ഉള്ള ഈ പറയുന്ന ബന്ധങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊന്നും ഈ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി അതിനൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അത് ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ അവരത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരില്ല. ഓക്കെ, അവർക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അവരത് അതിന് കൊടുക്കേണ്ട ആ ഒരു സീരിയസ്നെസ്സോടു കൂടെ ആ ഒരു റെസ്പെക്റ്റോടു കൂടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ അറിവുകൾ നേടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും വളരെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് തീരുമാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും അവർ ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കില്ല. ഓക്കെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ കൃത്യമായ പ്രയോറിറ്റി ഉണ്ട്. എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടാത്തത്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയുള്ള ആളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, സെൽഫ് ലിമിറ്റിംഗ് തോട്ട്സ് ഒക്കെ, അതിൽ നിന്നെല്ലാം അവർ സമയമെടുത്തിട്ടാണെങ്കിലും അവരതിൽ നിന്നെല്ലാം കരകയറിയിട്ടുള്ള ഒരാളാണ്. അവർക്ക് അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു, ആദ്യം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരതിൽ അത്രയും ഫോക്കസ് ചെയ്യില്ല. ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ ഉണ്ടായാൽ അതിൽ നിന്ന് വേഗം തന്നെ അവർക്ക് റിക്കവർ ആവാനായിട്ട് സാധിക്കും. ഓക്കെ, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ അവർ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സീരിയസ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. ചുമ്മാ ഒരു കളി തമാശയ്ക്ക് നേരമ്പൂക്കിനെ അല്ലെങ്കിൽ വെറുതെ ഒരു അട്രാക്ഷൻ തോന്നി അങ്ങനെയല്ല. ആ വ്യക്തി പുറമേ കാണുന്ന അവരുടെ അപ്പിയറൻസിനപ്പുറം ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും അങ്ങനെയാണ് അവർ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൻ്റെ ഒരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ്റെ പുറത്തോ ഒന്നും ഒരു റിലേഷൻഷിപ്പ് അവരൊരിക്കലും തുടങ്ങില്ല. ഓക്കെ, അവരെ വ്യക്തിയെയാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടാണ് ഇപ്പോൾ സമയമെടുത്തിട്ടാണ് അവരൊരു ബന്ധം, പ്രത്യേകിച്ച് പ്രണയബന്ധം എന്നൊക്കെ പറയുമ്പോൾ സമയമെടുത്തിട്ടാണ് അവർ ആ ബന്ധം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും പെട്ടെന്നുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഈ വ്യക്തിക്കില്ല, സമയമെടുക്കും. അവരെന്തൊരു കാര്യത്തിന് സമയം എടുത്തിട്ടാണ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം മാനിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പിൽ ആ പരസ്പരം മാനിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ഒരേപോലെ ആണ് കാണേണ്ടത്, ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി. അത് ഏതൊരു ബന്ധത്തിലായിക്കോട്ടെ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഇവരൊരുപാട് എഫേർട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ 10-1 പോലും തിരിച്ചില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അവരോട് ഇങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് തിരിച്ചു നിൽക്കുക. എന്ന് വെച്ചിട്ട് ഒരാൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ എന്താ പറയുക വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ തിരിച്ച് ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുന്നല്ല, അവരൊരു കയ്യകലത്തിലേ നിർത്തുള്ളൂ, അവരെ ജീവിതത്തിലേക്ക് അടുപ്പിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഒരു എന്താ പറയുക അങ്ങോട്ട് ഇങ്ങനെ ചിലർക്കുണ്ടല്ലേ, എത്ര ഉപദ്രവിച്ചാലും
എത്ര അവഗണിച്ചാലും എത്ര വേദനിപ്പിച്ചാലും അങ്ങോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ 100% കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രവണത ഇവർക്കില്ല. കാരണം ഇവരെടുക്കുന്ന എനർജി, ഇവരുടെ എഫേർട്ട്, ഇവരുടെ ആ ഒരു സമയം, അതിനൊക്കെ ഇവരൊരു മൂല്യം കൊടുക്കുന്നതാണ്. ഓക്കെ, ഇവർക്ക് അതിനൊരു വിലയുണ്ട്, ഇവരതിനെ മാനിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവർക്കറിയാം, ഞാൻ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതിന് ഞാൻ അതിനെ മാനിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ വെറുതെ കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അവരുടെ സമയവും അവരുടെ എഫേർട്ടും അവരുടെ എനർജി ഒന്നും വെറുതെ കൊടുക്കേണ്ടതല്ല എന്നൊരു ബോധ്യമുള്ള ഒരാളാണ്. ഓക്കെ, പിന്നെ അവരാ ഒരു ഡെസ്റ്റിൻഡ് റിലേഷൻഷിപ്പ്, അതായത് ഡെസ്റ്റിൻഡ് പാർട്ട്ണർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക ആളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ തന്നെയാണ് അവരിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്കറിയാം, അവരുടെ ജീവിതത്തിൽ നിന്ന് അവരെന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത്, അതിനെ വിട്ടുകളയുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് അവരെ വഞ്ചിച്ചവർക്ക്, അവരെ വേദനിപ്പിച്ചവർക്ക് അവരൊരിക്കലും ഒരു സെക്കൻഡ് ചാൻസ് അവരുടെ ജീവിതത്തിൽ കൊടുക്കില്ല. ഓക്കെ, അതില്ല, അത് എന്നേക്കുമായി അവസാനിച്ചതാണ്. അങ്ങനത്തെ ബന്ധങ്ങൾ എന്നേക്കുമായി അവസാനിച്ചതാണ്. അവരോട് അനാവശ്യമായിട്ട് കള്ളം പറയുക, ഓക്കെ, അവരോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് കാണിക്കാതിരിക്കുക, അവരെ വഞ്ചിക്കുക, അങ്ങനെ ചെയ്യുന്നവരായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും അവർ പിന്നെ അതറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോവില്ല. ഓക്കെ, പിന്നെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഉടക്കി നിൽക്കാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ എന്തിലേലും ഉടക്കി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ, അത് പക്ഷെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാണെന്ന് കാണുമ്പോൾ അവരതിനെ റിലീസ് ചെയ്യാനായിട്ട് തയ്യാറാകും. അവരതിനായിട്ട് വേണ്ടുന്ന എഫേർട്സ് എടുക്കും. മാത്രമല്ല, ജീവിതത്തിൽ വരുന്ന പുതിയ അധ്യായങ്ങളെ, പുതിയ തുടക്കങ്ങളെ അവർ വരുന്ന രീതിയിൽ തന്നെ അത് സ്വീകരിക്കും. അത് യൂണിവേഴ്സ് അവർക്ക് കൊണ്ടുവരുന്നത് ശരിയായ രീതിയിലാണ്, അവർക്ക് നല്ല രീതിയിലാണ് അത് കൊണ്ടുവരുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തോടെ തന്നെ അവരതിനെ സ്വീകരിക്കാനും മനസ്സുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി. ഇനി അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നോക്കാം. ഗ്രൂപ്പ് 2-ന്റെ ഫ്യൂച്ചർ സ്പൗസ്, ആ വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നൽകാനായിട്ട് സാധിക്കുക? ഫിസിക്കൽ അപ്പിയറൻസ്, ഗ്രൂപ്പ് 2-ന്റെ ഭാവി ജീവിത പങ്കാളിയുടെ ഫിസിക്കൽ അപ്പിയറൻസ്. ഞാൻ കാർഡ്സ് ആദ്യം എടുത്തിട്ടാണ് അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നതിലേക്ക് കടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ജീവിത പങ്കാളിനെ കാണുന്നത് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു എനർജി, പെൻഡക്കിൾസ് എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്സാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എക്സ്ട്രീം കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള ആളുകളെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അത് കളക്റ്റീവ് അല്ലേ, അപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സിംഗിൾ ടൈപ്പ് വരാൻ സാധ്യത വളരെ കുറവാണ്. പെൻഡക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കറുത്ത മുടി, നല്ല കറുത്ത മുടിയുള്ള, കറുത്ത കൃഷ്ണമണി ഉള്ള, ഓക്കെ, അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്കർ കോംപ്ലക്ഷൻ ആയിരിക്കും. ഒരു മീഡിയം ടു ഡാർക്ക് കോംപ്ലക്ഷൻ ആണ് അവർക്കായിരിക്കുക. അങ്ങനത്തെ വ്യക്തികളാണ്, അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അതിൽ പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് കിട്ടുന്നത് വളരെ ഫെയർ കോംപ്ലക്ഷനുള്ള, ഓക്കെ, കൃഷ്ണമണി വളരെ ലൈറ്റ് ആയിരിക്കും. അതായത് പൂച്ചക്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ ആകാനാണ് സാധ്യത. ആ ഒരു ഇതാണ് കാണുന്നത്. ഫെയർ കോംപ്ലക്ഷൻ ആയിരിക്കും, ഈ പറഞ്ഞ പോലെ പൂച്ചക്കണ്ണായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മുടിയുടെ നിറം എന്ന് പറഞ്ഞാൽ വളരെ ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ നിറമൊക്കെ ആയിരിക്കും. ഓക്കെ, നാച്ചുറലി കേട്ടോ. കളർ ചെയ്യുന്നത് വേറെ കാര്യം, നമ്മളിവിടെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് നോക്കുന്നത്. ബ്ലാക്ക് ആയിട്ടിരിക്കാൻ വളരെ സാധ്യത കുറവ്, വളരെ ഒരു ലൈറ്റ് ഒരു ഷെയ്ഡ്, ലൈറ്റ് കളറായിരിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ അവർക്ക് ഹെയർ അക്സസറീസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കാർഡ്സിലും 1 or 2 കാർഡ്സ് ഒഴികെ ബാക്കി എല്ലാത്തിലും നോക്കിയാൽ കാണാം തലയിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു തൊപ്പിയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ തലയിൽ ഒരു ക്രൗൺ പോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളതിലാണെങ്കിലും തലയിൽ ഇങ്ങനെ പൂക്കൾ വെക്കുക, അല്ലെങ്കിൽ ക്യാപ്പ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ്. തലയിൽ ഒരുപാട് ആക്സസറീസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീയൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ ഹാറ്റൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല ഫംഗ്ഷൻസിനൊക്കെ മുമ്പ് ഒരുപാട് മുല്ലപ്പൂവൊക്കെ വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ഓക്കെ, അങ്ങനെ പൂക്കളൊക്കെ വെക്കാനും നല്ല സ്റ്റൈലായിട്ട് ഹെയർ ഡ്രസ്സ് ചെയ്യാനും ആക്സസറീസ് യൂസ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആക്സസറി അവർ യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു ഇത്തിരി ക്ലാസിക് സ്റ്റൈൽ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അതായത് ഒരു ലക്ഷൂറിയസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാന്ന് പറയില്ലേ, ഒരു കാഷ്വൽ ടൈപ്പ് അല്ല. ഒരു കാഷ്വൽ വെയർ പോലും നമുക്ക് കാണുമ്പോൾ തോന്നും കുറച്ച് നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നും. ഓക്കെ, കാഷ്വൽ എന്ന് പറഞ്ഞാൽ ചിലർ വളരെ കാഷ്വലായിട്ട് ഇറങ്ങുന്നവരുണ്ട്. ഇവരങ്ങനെയല്ല, ഇവർ ഡ്രസ്സ് ചെയ്യുമ്പോൾ എവിടെയും വളരെ ഒരു നന്നായി ഒരുങ്ങി പോകുന്ന ഒരാളാണ്. സിറ്റുവേഷൻ അനുസൃതമായി തന്നെ, പക്ഷേ ഒരുങ്ങി പോകുന്ന ഒരാളാണ്. ഓക്കെ, പിന്നെ എഫേർട്ട്ലെസ്ലി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. അവർ ഏതൊരു വേഷം ഇടുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ശരീരാകൃതി കൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ആണുങ്ങളാണെങ്കിൽ വളരെ ഒരു മസ്കുലിൻ, ഒരു മസിൽസ് ഒക്കെ ഉള്ള ഒരു ബോഡി ആകാൻ സാധ്യത കാണുന്നു. ഓക്കെ, സ്ത്രീകളാണെങ്കിൽ നല്ല ഒരു ടോൺഡ് ബോഡി ആയിരിക്കും, പക്ഷെ നല്ല ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബോഡി ഷേപ്പാണ് എടുത്ത് കാണിക്കുക. അത് നാച്ചുറലി ഇതുപോലെ തന്നെയുള്ളതാണ്. ഒരു നല്ല ബോഡി ഷേപ്പുള്ള ഒരു വ്യക്തിയായിരിക്കും. പിന്നെ അവരുടെ ഒരു ഹെയർ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ട് ഹെയർ ആണ് കാണുന്നത് കേട്ടോ. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഷോർട്ട് ഹെയർ ആണ്. ഒരുപാട് നീളത്തിൽ മുടി വളർത്തിയിട്ടുള്ള, അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് നീളത്തിൽ മുടി വളർത്തിയിട്ടുള്ള ഒരാളായിട്ടല്ല എനിക്ക് കിട്ടുന്നത്. ഷോർട്ട് ഹെയർ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചുരുണ്ട മുടി ആകാനാണ് കൂടുതൽ സാധ്യത. ചുരുണ്ടത്തില്ലെങ്കിൽ ഒരു വേവി ഹെയർ. ഓക്കെ, സ്ട്രെയിറ്റ് ഹെയർ വളരെ വളരെ റയറാണ്. കൂടുതൽ ആ ഒരു വേവ്നെസ്, ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു വേവി ആയിരിക്കും ഹെയർ. ഓക്കെ, കൂടുതലും ഒരു ചുരുണ്ട മുടിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അവരുടെ ഒരു ആണുങ്ങളുടെ ഒരു പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ അവര് താടി മീശയും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, നല്ല ഹെവി ആയിട്ടുള്ള താടിയും മീശ അതൊക്കെ പക്ഷെ നല്ല വെൽ ട്രിമ്മൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട്, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കാട് പോലെ വളർത്തിയിട്ടൊന്നല്ല. പക്ഷെ അത് ശരിക്കും നല്ല കട്ടിക്ക് വെറുതെ ഒരു വര പോലെയോ അങ്ങനെയൊന്നല്ല വെച്ചിട്ടുണ്ടായിരിക്കും, കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ആയിരിക്കും. ഈ 2 എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ഈ ഇടയിലുള്ള ചെറുതായിട്ടൊരു താടി വെക്കുന്ന അങ്ങനത്തെ ഒരു അതില്ല. വെക്കുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ നല്ല ട്രിമ്മൊക്കെ ചെയ്ത് പക്ഷെ നല്ല ഭംഗിയിൽ നല്ല കട്ടിയിലൊക്കെ ആയിട്ടാണ് കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ ക്ലീൻ ഷേവ്. ഓക്കെ, ഇത് രണ്ടുമാണ് കാണുന്നത്.
പിന്നെ ചിരി അധികമുള്ളൊരു മുഖമായിട്ട് കാണുന്നില്ല. ചെറിയ ചിരിയാണ് അത്, ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ചിരിയാണ് ഉണ്ടാവുക ഒരു മുഖത്ത്. വളരെ ഒരു മന്ദസ്മിതം എന്നൊക്കെ പറയില്ലേ, അതാണ് സ്മൈലിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും ആ ഒരു ഭയങ്കര റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലൊന്നും ഇല്ല. ഒരു പുഞ്ചിരിയാണ്, ചെറിയ പുഞ്ചിരി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ചെറിയ പുഞ്ചിരി. സാധാരണഗതിയിൽ ഒരു ഇത്തിരി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഫേസ് ആണ്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ ഒന്നും മുഖത്ത് കാണില്ല. ഒന്നില്ലെങ്കിൽ ഇത്തിരി സീരിയസ് ആവാനാണ് സാധ്യത ഫേസ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആണ്. ഇപ്പൊ ചിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പുഞ്ചിരിയാണ് അവരുടെ നിന്ന് സാധാരണയിൽ കാണുള്ളൂ. പിന്നെ അവർ അത്രയും അടുപ്പമൊക്കെ ആകുമ്പോഴൊക്കെയാണ് വളരെ, നിങ്ങൾ മാത്രമുള്ള സമയങ്ങളൊക്കെ ആവും ചിലപ്പോൾ അവർ നല്ലോണം ചിരിക്കുക. ഓക്കെ, സാധാരണഗതിയിൽ അവരധികം ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരേ ഹൈറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേ ഹൈറ്റ് ആവാനാണ് സാധ്യത. പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും, അതായത് നല്ല ഹൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു മെജോറിറ്റി എനർജി കിട്ടുന്നത് നിങ്ങളുടെ ഹൈറ്റ് എന്താണോ ഏകദേശം അതേ ഹൈറ്റ് ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്ത്രീകളുടെ അങ്ങനെ ഒരുപാട് ഹൈറ്റ്, അതായത് മീഡിയം ഹൈറ്റ് എന്തായാലും ഉണ്ട്. ഒരു 5'5" തൊട്ട് ഒരു 5'5" ആണ് അവരുടെ ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, സ്ത്രീകളുടെ പറയുമ്പോൾ. പുരുഷന്മാരുടെ നല്ല ഹൈറ്റുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. യെസ്, ഏജ് ഡിഫറൻസും ഈ പറഞ്ഞതുപോലെ അങ്ങനെ എനിക്ക് ഏജ് ഡിഫറൻസ് തോന്നുന്നില്ല. ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കാഴ്ചയിൽ കാണുമ്പോൾ നിങ്ങൾ ഒരേ പ്രായം എന്ന് തോന്നുന്ന അങ്ങനെയായിരിക്കും അവരുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, പക്ഷെ ഒരുപാട് ഏജ് ഡിഫറൻസും കാണുന്നില്ല. മാക്സിമം വേണമെങ്കിൽ ഒരു 4 വയസ്സ്, മാക്സിമം 5. ഓക്കെ, അത്രയാണ്, 4 അല്ലെങ്കിൽ 5 വയസ്സ് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഒരേ പ്രായമാവാനും സാധ്യത വളരെ കൂടുതലാണ്, സമപ്രായമാവാൻ നല്ല സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ച ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അതായത് ഗ്രൂപ്പ് 2-ൻ്റെ ഭാവി ജീവിത പങ്കാളിയെ സംബന്ധിച്ച് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് പിന്നെയും ക്ലൂസ് ഉണ്ട്. ഗ്രൂപ്പ് 1-ന് വളരെ കുറച്ചായിരുന്നു, ഒരൊറ്റ ആൽഫബറ്റ്, ഒരൊറ്റ ഡേറ്റ് അങ്ങനെയായിരുന്നു. അത് തന്നെ എത്ര ഷഫിൾ ചെയ്താലും വരുന്നുണ്ടായില്ലേ. അതൊക്കെ ഈ ഒരു ഡെക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ, വളരെ റെസ്പോൺസീവാണ്. ചിലപ്പോൾ അവർ ക്ലൂസ് ഒട്ടും തരില്ല, 1 or 2 ക്ലൂസ് തരുള്ളൂ. അത് എത്ര ഷഫിൾ ചെയ്താലും അത്ര തന്നെ വരുള്ളൂ. അല്ല, ചില സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് എടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ, കാർഡ്സ് ഇങ്ങനെ പറക്കും. ഓക്കെ, നിങ്ങളുടെ കേസിൽ ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ, ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത് CJLP, അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ഇതിലുണ്ടായിരിക്കാം. 2 സോഡിയക് സൈനാണ് കിട്ടിയിട്ടുള്ളത്, ഏരീസ്, ജെമിനായ്. അവരുടെ സൺ മൂൺ റൈസിംഗിൽ ഏരീസ് പ്ലേസ്മെൻറ്റോ ജെമിനായ് പ്ലേസ്മെൻറ്റോ ഇത് രണ്ടുമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയ് മാസമാണ് ഒരു ജനന മാസം കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇതിലേതിലൊരു ദിവസമായിരിക്കും അവർ ജനിച്ചത്. ഓക്കെ, ജനിച്ച ആഴ്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജനന തീയതികൾ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് 2, 14, 29, 30. ഇതിലേതെങ്കിലും അവരുടെ ജനന തീയതി ആയിരിക്കാം. ഇത്രയുമാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഫിസിക്കൽ അപ്പിയറൻസും പിന്നെ അവരുടെ ക്യാപ്സ്യൂൾ ക്ലൂസും. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാം ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ
പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആദ്യം നോക്കുന്നു, പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 3യുടെ ഭാവി ജീവിത പങ്കാളിയുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് 3 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 3 of Wands, clarify the 3 of Wands, 4 of Swords. അവരെപ്പോഴും ജീവിതത്തിൽ ഒരു ബ്രേക്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അവരൊരു വിശ്രമം, ഓക്കെ, വിശ്രമത്തിനായിട്ട് യാത്രകൾ ചെയ്യുക, ഒരു സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യാത്രകൾ അവർക്ക് പലപ്പോഴും റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അവർ യാത്രകളുടെ പർപ്പസ് എന്ന് പറയുന്നത് റിലാക്സ് ചെയ്യാണ്, അവരെ ഒന്ന് റീചാർജ് ചെയ്യാണ് ആ യാത്ര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അത്രയും യാത്രകൾ ഇഷ്ടം. അതുകൊണ്ട് തന്നെ യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി. പിന്നെ അവർ എന്തൊരു കാര്യത്തിന് ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാകുമ്പോൾ അത് നേടിയെടുക്കുന്നതിനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരത് വളരെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് അവർക്ക് ഉറപ്പുള്ള കാര്യങ്ങളുടെ പിന്നാലെ മാത്രമേ അവർ പോകുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ കാർഡാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ശുഭാപ്തി വിശ്വാസം വളരെ ഉള്ള ആളാണ്. ഭാവിയെ സംബന്ധിച്ച്, നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ആക്ഷൻസ് എടുക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുക. അതായത് അവർ ആ ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആണ് അവർ ആക്ഷൻസ് എടുക്കുക. അതിന് വേണ്ടുന്ന, അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടുന്നുള്ള ആക്ഷൻസ് എടുക്കുക. ഓക്കെ, അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുമ്പോഴാണ് ആ ഒരു കാര്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്കൊരു ഊർജം കിട്ടുന്നത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് ശരിയാണ് ഒരു ഒലച്ചിലുണ്ടാക്കുമെങ്കിലും അതിനെ മാക്സിമം ഒരു എന്താ പറയുക, ആകെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സമാധാനപരമായിട്ട് ആ ഒരു സമയത്തിനെ ഡീൽ ചെയ്യാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവരങ്ങനെയാണ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷൻ അത് ആകെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു 360 ഡിഗ്രി മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചേഞ്ച്, ആ ഒരു പ്രോസസ്സിനെ അവർ വളരെ സമാധാനപരമായിട്ടാണ് നേരിടുക. ഓക്കെ, നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് നമുക്ക് മുന്നത്തെ ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. അവർ ഈ പറഞ്ഞതുപോലെ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ വളരെയധികം ഒരു ഉറപ്പുള്ള ഒരാളാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങളാണ്. ഓക്കെ, അതവർക്ക് അവരുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന, അവർ ഏതൊരു സിറ്റുവേഷനിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല ഏതൊരു സിറ്റുവേഷനിലും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്. അവരൊരു പോസിറ്റീവ്, അവരാരോടൊക്കെ ഇടപഴകുന്നു ആ വ്യക്തികൾക്കൊക്കെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഇവരിൽ നിന്നുണ്ടാകുക. ഓക്കെ, ഇവർക്ക് മറ്റുള്ളവരെ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവരുടെ ചിന്താരീതികൾ കൊണ്ടായിക്കോട്ടെ, ഇവരുടെ ജീവിക്കുന്ന രീതികളിലായിക്കോട്ടെ, അവരവർ പ്രവർത്തിക്കുന്ന രീതിയിലായിക്കോട്ടെ, അങ്ങനെ പോസിറ്റീവ്ലി മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. സ്വസ്ഥത, ജീവിതത്തിൽ മനസ്സമാധാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെ സ്വസ്ഥമായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ അവർക്ക് ഒരു കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്, ഓക്കെ, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആ ഒരു സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിനാണ് ഇവർ പരമമായ പ്രാധാന്യം നൽകുന്നത്. ഇവർ വളരെ ഒരു ഫ്രണ്ട്ലി എനർജിയാണ്. മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അവരെ കുറിച്ചിട്ട് ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഇല്ലാതാക്കാൻ, ഓക്കെ, ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്ന് ഈ വ്യക്തിയെ എന്താ പറയണ്ടേ, മോചിപ്പിക്കുന്നതിന് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് സാധിക്കും. അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ലൊരു സുഹൃത്ത് ആകാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൽ ആരാണോ ഇവരുടെ സുഹൃത്താകുന്നത് അവർ ഹീലാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഈ ഉള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നൊക്കെ മോചിതരാകാൻ സാധിക്കുകയാണ്. അവരുടെ ആ ഒരു ശരിയായ ഒരു ട്രൂ സെൽഫിനെ അവർക്ക് കണ്ടെത്താനും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനും, ഓക്കെ, സ്വീകരിക്കാനും സാധിക്കുന്നു. അങ്ങനെ അവരൊക്കെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റാണ്
ഇവരുടെ സൗഹൃദത്തിലൂടെ അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം എന്താ പറയുക, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് നൽകാനായിട്ട് സാധിക്കും. അത്രയും ഒരു ഫ്രണ്ട്ലി എനർജിയാണ് അവരുടെ കാണുന്നത്. പിന്നെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളെയൊക്കെ അതിലൊക്കെ ഒരു ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവർ. ഓക്കെ, ഇപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യം സംഭവിച്ചതോ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളോ വിജയങ്ങളോ ഉണ്ടായതിൻ്റെ ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു നല്ല സമയത്തിൻ്റെ ഭാഗമാകാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷൻസ് ഒക്കെ, അങ്ങനത്തെ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമാകാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിപ്പോൾ അവരെ തന്നെ എന്താ പറയണ്ടേ, ഒരു ആഘോഷം അവരുടെ വിജയത്തിൻ്റെ ആഘോഷമാകണം നിർബന്ധമൊന്നുമില്ല. അത് ആരുടെ വിജയമാണെങ്കിലും സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ, സന്തോഷകരമായ നിമിഷങ്ങളുടെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി. പിന്നെ അവർ വളരെയധികം ക്രിയേറ്റീവാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജന്മസിദ്ധമായ കഴിവുകൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ കരിയർ ഫീൽഡും ഈ പറഞ്ഞ പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവ് എവിടെയാണോ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അവർ വളരെ സ്പിരിച്വലാണ്. സ്പിരിച്വലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അവർ ഇൻറ്റ്യൂട്ടീവ്ലി അവർക്ക് കിട്ടുന്ന മെസ്സേജസ്, ഗൈഡൻസ് ഒക്കെ വളരെ വളരെ അക്യുറേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന നല്ലതാണെന്ന് പറയാം, അവരിങ്ങനെ പറയാം എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ അവരത് പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ അവരിങ്ങോട്ട് അതൊരു അഭിപ്രായം പറയാണ്, ഒരു സജഷൻ പോലെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ഓക്കെ, അത് അവർ ഇൻറ്റ്യൂഷനാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് അവർക്ക് ആ ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവര് അവരുടെ സൗഹൃദത്തിലോ സുഹൃത്ത് വലയത്തിലോ ഉള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കിളിലുള്ള ആളുകൾ ആരെങ്കിലും ഒറ്റപ്പെടുന്നു എന്ന് കണ്ടാൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകാനും ആ ഒരു സമയത്ത്, അതായത് ഇവരൊറ്റപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി ഒറ്റപ്പെട്ട സമയത്ത് അവരാഗ്രഹിച്ചൊരു സപ്പോർട്ട് ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന്, അവരാഗ്രഹിച്ച ആ ഒരു ഗൈഡൻസ് ഉണ്ട്, അത് ഇവർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവർ കാണുകയാണ്, അതായത് ഇപ്പം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി ഇപ്പം മറ്റാരെങ്കിലും ഇതുപോലെ ഒറ്റപ്പെടുന്നതായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുമ്പോൾ അന്ന് അവരാഗ്രഹിച്ച ആ ഒരു ഗൈഡൻസും സപ്പോർട്ടും അവരിപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിക്ക് നൽകും. ഓക്കെ, അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അവർ വളരെ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. അവർക്ക് ഇപ്പോൾ കാരണം അങ്ങനെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് അവർ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ അവർക്ക് അങ്ങനെ ആരും വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അവർ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ അവരുടെ ജീവിതത്തേക്ക് ചെല്ലുമ്പോൾ അതവരുടെ ആവശ്യമല്ല, അതവരുടെ ആഗ്രഹമാണ്. ഓക്കെ, നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവിടെ അതിലേക്ക് നയിക്കുന്നത്. ഏതൊരു കാര്യത്തിനും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് നല്ലോണം അവരുടെ ഭാഗത്തുനിന്ന് പ്രയത്നിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ ഇത്രയും പ്രയത്നിച്ചതാണ്, എനിക്കിപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് വേണം, അങ്ങനത്തെ പിടിവാശികളൊന്നുമില്ല. അവർക്കറിയാമോ അത് അവർ ചെയ്തതിന് ഒരു ഹാർവസ്റ്റ് പീരീഡ് ഉണ്ട്. അവരെടുത്ത ഒരു കഠിനാധ്വാനം ചെയ്തതിന് അവരെടുത്ത ഒരു എഫേർട്ടിന് ഒരു ഹാർവസ്റ്റ് പീരീഡ് ഉണ്ട്. ആ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അവർ ഇപ്പോൾ എടുത്തതിൻ്റെ പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലങ്ങൾ അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ള ആ ഒരു ക്ഷമയോടെ ആ ഒരു തിരിച്ചറിവോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ഭാവി ജീവിത പങ്കാളി. അറിവുകൾ നേടാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അതിപ്പോൾ ജീവിതാനുഭവങ്ങളിലായാലും അല്ല പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും അറിവുകൾ നേടാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ജീവിതത്തെ എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡ് കൂടെ കാണാൻ നമ്മൾ പറഞ്ഞിരുന്നു, ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് വെളിച്ചത്തിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ അവർക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയുന്ന ഒരാളും കൂടിയാണ്. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് അവർക്ക്. എന്തൊരു കാര്യം നടക്കുമ്പോഴും അവരെ ഉടനെ ആദ്യം ഈശ്വരനോടാണ് നന്ദി പറയാം, അത് നടന്നതിന്, സംഭവിച്ചതിന്. ഓക്കെ, അതെത്ര ചെറിയ വലിയ കാര്യമാണെങ്കിലും അവർ ഈശ്വരനെയാണ് ആദ്യം സ്മരിക്കുക. അത്രയും ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എന്ന് പറയുന്നത്.
അവര് ഇപ്പോൾ പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവരിങ്ങനെ ഈ കാഷ്വൽ ഡേറ്റിങ്ങോ അല്ലെങ്കിൽ നേരം പോക്കിനായിട്ടൊരു ബന്ധം അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. പ്രണയബന്ധത്തിലും അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ആ മൂല്യങ്ങളും ആ ഒരു പ്രിൻസിപ്പിളും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന, അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ അവരുടെ എന്താ പറയണ്ടേ, ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അത് ഫോളോ ചെയ്യാനും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും അത് ഇഷ്ടമുള്ള ഒരാൾ, അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനൊക്കെ അത്രയും മാനിക്കുന്ന, അതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളൊക്കെ കാണുന്നത്. അന്ധവിശ്വാസങ്ങളല്ലാട്ടോ നമ്മൾ പറയുന്നത്. ആ ഒരു ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ജീവിതത്തിന് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന് അടക്കും ചുറ്റി നൽകുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് അവരതൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ യാതൊരു കാരണവശാലും അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് അവരോട് മാറ്റാൻ പറയുമ്പോൾ നിങ്ങൾ അവരോട് മാറാനാണ് പറയുന്നത്, വേറൊരു വ്യക്തിയാകാനാണ് പറയുന്നത്. അത് അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ പറയുന്ന പോലെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള പല പല സ്റ്റേജസ്, അല്ലെങ്കിൽ പല പല എന്താ പറയണ്ടേ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പുകൾ ഉണ്ടല്ലോ. അതൊന്നും ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. അത് ഫോളോ ചെയ്യണവർക്ക് എതിരൊന്നുമല്ല അവര്, അത് അവരുടെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മാനിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ വ്യക്തി, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി, അത് അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യില്ല. ഓക്കെ, ഈ എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ പോലെ സിറ്റുവേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഇന്നാള് ഞാനൊരു ഇത് കേട്ടതാണ്, വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. എക്സ്ട്രാ മാരീഷ്യൽ അഫെയർസിനെ അല്ലെങ്കിൽ ടു ടൈമിങ് ചെയ്യാന്ന് പറയില്ലേ, ഒരേ സമയം രണ്ടാളുകളായിട്ടുള്ള കണക്ഷൻ, അതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളായിട്ട് റിലേഷൻ എന്ന് പറയുമ്പോൾ അത് അവിടെ ആയിക്കോട്ടെ, അതിപ്പോൾ അതെന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഞാനും ഈ വ്യക്തിയുമായിട്ടുള്ള സമയം മാത്രമാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ആ വ്യക്തി മാരീഡ് ആണെന്നുള്ളത് എൻ്റെ തെറ്റല്ല. അങ്ങനെയൊക്കെ എന്താ പറയുക, ഒട്ടും ലോജിക്കില്ലാത്ത കുറേ ന്യായങ്ങളുമായിട്ട് ഇങ്ങനത്തെ ബന്ധങ്ങളെ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഓക്കെ, അതിനെ വളരെയധികം എന്താ പറയുക വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കാന്ന് പറയില്ലേ, അതിനെ മാന്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതൊന്നും ഈ വ്യക്തിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവരതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയണ്ടേ, എതിർക്കുക എന്നല്ല, അവരുടെ ജീവിതത്തിൽ അവരതൊട്ടും പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, ഇപ്പൊ അവർക്ക് അത്രയും പരിചയമുള്ള, അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ പോലും അവരൊന്ന് സജസ്റ്റ് ചെയ്യും, അത് നല്ലതല്ല എന്നുള്ളത് സജസ്റ്റ് ചെയ്യും. പക്ഷെ അവരൊരിക്കലും നീ അത് അങ്ങനെ മാറ്റണം, നീ അത് ചെയ്യാൻ പാടില്ല, ഇവരുടെ വിശ്വാസങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കില്ല. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ രീതികളെ മാനിക്കുകയാണ് ചെയ്യുക. അപ്പൊ തിരിച്ചും അത് ആ ഒരു ബഹുമാനം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ വിശ്വാസങ്ങളെയും എന്താ പറയുക ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ അവരുടെ ജീവിത രീതിയെയും മറ്റുള്ളവർ മാനിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച് കിട്ടുന്നത്. ഇതാണ് അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്. ഇനി നമ്മൾ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ് ആണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3യുടെ ഭാവി ജീവിത പങ്കാളിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ സംബന്ധിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നൽകാനായിട്ട് സാധിക്കുക?
ഓക്കെ, ഒരു കാർഡും കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇത്രയും കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവരുടെ ഒരു കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ കോംപ്ലക്ഷൻ ആകാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, മെജോറിറ്റി ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളുടെ മെജോറിറ്റി ആളുകളുടെയും ജീവിത പങ്കാളിക്ക് ഒരു ഫെയർ കോംപ്ലക്ഷൻ ആണ്. അവർ കൃഷ്ണമണിയുടെ നിറം എന്ന് പറയുന്നത് കുറച്ചൊരു ലൈറ്റർ കളറായിരിക്കും. ഡാർക്ക് ബ്രൗണോ ഡാർക്ക് ബ്ലാക്കോ അല്ല, ലൈറ്റ് ബ്രൗൺ തൊട്ട് അങ്ങോട്ട് ചിലർക്ക് ഒരു ഗ്രേ ബ്ലൂ അങ്ങനത്തെ ഒക്കെ എന്താ പറയുക പൂച്ചക്കണ്ണുകൾ എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറിയാണ് കാണുന്നത്. പിന്നെ എന്താ പറയണ്ടത്, തലമുടി ആയിക്കോട്ടെ ഇതുപോലെ ഒരു ലൈറ്റ് കളറിലൊക്കെയാണ് വരുന്നത്. ലൈറ്റ് ബ്രൗൺ എന്താ തൊട്ട് അങ്ങനെ ഒരു ലൈറ്റ് കളറാണ്, ഡാർക്ക് ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡാണ് തലമുടിക്ക് ആയിക്കോട്ടെ കൃഷ്ണമണിക്കും ഒക്കെ കാണുന്നത്. അവരെ സ്കിന്നും ഒരു ഫെയർ കോംപ്ലക്ഷനാണ്, നല്ല വെളുത്ത നിറമാണ് മെജോറിറ്റി ആളുകളുടെയും കാണുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ നിൽക്കുന്ന ആളുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ ആണെങ്കിലും ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഫെയർ ആയിരിക്കില്ല, അതിനേക്കാൾ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണ്, മീഡിയം ടു ഫെയറിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. പിന്നെ അവരുടെ ഒരു ഈ ഹെയറൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രൗൺ കളർ തന്നെ, ലൈറ്റ് ബ്രൗൺ കളറൊക്കെയാണ് വരിക. കണ്ണും ലൈറ്റ് ബ്രൗൺ കളറാണ് വരിക. ഓക്കെ, പൂച്ചക്കണ്ണിനേക്കാൾ കൂടുതൽ ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്നത്. ഈ രണ്ട് കാറ്റഗറിയാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ് ഉണ്ടല്ലോ, ട്രഡീഷണൽ ഡ്രസ്സിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ പരമ്പരാഗത വസ്ത്ര രീതികളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ധരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ മാക്സിമം യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ അവരൊരു ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മസ്കുലിൻ അല്ല, ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഒരു മസ്കുലർ എനർജി അല്ല, ലീൻ ബോഡിയാണ്, അതായത് അധികം വണ്ണമുള്ള ശരീരമൊന്നുമല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഒരുപാടുള്ള ബോഡിയൊന്നുമല്ല, പക്ഷേ എന്നാൽ അതേസമയം ഇങ്ങനെ മസ്കുലിൻ ടോൺഡ് ബോഡിയല്ല, ഇതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരുപാട് വണ്ണമുള്ള ഒരാളായിട്ട് കാണുന്നില്ല, പാകത്തിന് ഉള്ളൊരു വണ്ണമാണ് കാണുന്നത്. അതായത് കുറച്ച് ഒരു ഇത്തിരി വണ്ണം കുറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല, പാകത്തിനുള്ള തടി തൊട്ട് ഇത്തിരി കുറച്ചൊരു പൊടിക്ക് കൂടുതൽ അങ്ങനത്തെയും കാണുന്നുണ്ട്. ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈറ്റ് ഒരു മീഡിയം ഹൈറ്റാണ് കേട്ടോ, മീഡിയം ടു ഒരു ടോൾ ആണ്. പ്രത്യേകിച്ച് പുരുഷന്മാരാകുമ്പോൾ ആ ഒരു മീഡിയം ടു ടോൾ 5'8", 5'9" ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. 6 വരെ കിട്ടുന്നുണ്ട്. ഒരു ലേഡിയൊക്കെ ആകുമ്പോൾ മാക്സിമം 5'5" ആണ് കാണുന്നത്. ഓക്കെ, ഒരു സ്ത്രീ ആകുമ്പോൾ ഒരു 5 അടി 5 ഇഞ്ചൊക്കെയാണ് മാക്സിമം കാണുന്നത്. പിന്നെ അവരുടെ ഒരു നമ്മുടെ വസ്ത്രധാരണ ശൈലി ഒക്കെ പറഞ്ഞു, രീതിയൊക്കെ പറഞ്ഞു. അവർക്ക് അവരുടെ എന്താ ചിലപ്പോൾ ഒരു ടാറ്റു ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടി. ടാറ്റു ചെയ്തിട്ടുണ്ടായിരിക്കാം, അവരെ കയ്യിലോ എവിടെയെങ്കിലും ടാറ്റൂയിങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പരമ്പരാഗത രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അല്ലാത്ത സമയങ്ങളിലൊക്കെ കുറച്ച് കാഷ്വൽ ഡ്രസ്സിങ് ആണ് താല്പര്യം. ഓക്കെ, ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് തന്നെയാണ് ആൾ കൂടുതൽ പ്രിഫർ ചെയ്യുക അവരെ, അല്ലെങ്കിൽ ഒരു കാഷ്വൽ ഡ്രസ്സിങ്ങിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് സ്റ്റൈലിഷ് ആകാൻ വേണ്ടിയിട്ട് അവർ കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണ് അവരുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് കംഫർട്ടബിലിറ്റിക്കാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അതിലാണ് അവർ ഫോക്കസ് ചെയ്യുക.
പിന്നെ തലമുടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ടു വേവിയാണ്. സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേവി ഹെയർ ആയിരിക്കാം. ഓക്കെ, കുറച്ചൊരു വേവിനെസ് ഉണ്ടാവും. ആ രണ്ടൊരു കാറ്റഗറിയാണ് കാണുന്നത്. യെസ്, ആ ഒരു എനർജി തന്നെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് കോംപ്ലക്ഷൻ നമ്മൾ പറഞ്ഞു, ഹെയറിൻ്റെ സ്റ്റൈലും ഹെയറിൻ്റെ കളർ, കണ്ണിൻ്റെ കളറും കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. വേറെ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്നാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. പുരുഷന്മാരാണെങ്കിലും കൂടുതൽ ഒരു ക്ലീൻ ഷേവ് ആണ് കേട്ടോ കാണുന്നത്. അവർ പിന്നെ മീശ താടി വെച്ചതായിട്ടൊന്നും കാണുന്നില്ല, ക്ലീൻ ഷേവ് ആണ് കാണുന്നത്. പിന്നെ ഹെയർ ലെങ്ത്ത് പറയുമ്പോൾ ഷോർട്ട് ടു മീഡിയം ആണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ലെങ്ത്ത് തൊട്ടൊരു എന്താ പറയുക, പുറം ഭാഗത്തിൻ്റെ പകുതി വരെ എന്നൊക്കെ പറയില്ലേ, ഒരുപാട് നീളമുള്ള മുടിയല്ല, എന്നാൽ ഷോർട്ട് ഹെയർ അല്ല. അതിൻ്റെ ഇടയിൽ ആ ഒരു ഏറ്റവും കുറഞ്ഞത് ഷോൾഡർ വരെ ഉണ്ടാവും ഹെയർ, ഷോൾഡറിനൊപ്പം, പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ, അങ്ങനെ ഒരു മിഡ് ബോഡി വരെയുള്ള ഹൈറ്റ് ലെങ്ത്ത്, അത്രയും ലെങ്ത്താണ് ഹെയർ കാണുന്നത് സ്ത്രീകൾക്ക് കേട്ടോ. പുരുഷന്മാർക്കാണെങ്കിൽ ഷോർട്ട് ഹെയർ തന്നെയാണ് കൂടുതലും കാണുന്നത്. അവർ മാക്സിമം വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോൾഡറിന് തൊട്ട് മുകളിലായിട്ടാണ് വളർത്തിയിട്ടുണ്ട്. അത്രയും വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും വളർത്തുന്നത്, അതിന് മുകളിലായിട്ട് അങ്ങനെ കാണുന്നില്ല. യെസ്, ഇതുതന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇനി നമുക്ക് ക്യാപ്സൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ക്യാപ്സൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതൊക്കെ താഴെ വീണിരുന്നാണേ. അപ്പോൾ ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺസൂൺ സീസൺ കിട്ടിയിട്ടുണ്ട്, മഴക്കാലം കിട്ടിയിട്ടുണ്ട്, പിന്നെ വേനൽക്കാലം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാലത്തായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടാവുക. സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് സീസൺ ഈ പറഞ്ഞ പോലെ മൺസൂൺ അല്ലെങ്കിൽ വേനൽക്കാലം ആയിരിക്കാം. പിന്നെ ഡിസംബർ മാസം, ഒക്ടോബർ മാസം കിട്ടിയിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനനമാസമായിരിക്കാം. സ്കോർപിയോ, ഏരീസ്, ക്യാൻസർ, കാപ്രിക്കോൺ പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള ലെറ്റേഴ്സ് ഓക്കെ എന്ന് പറയുന്നത് FLHTD, ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കാം. ഇനി ജനന തീയതി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 8/26/28 പിന്നെ ചൊവ്വാഴ്ചയാണ് ഒരു ദിവസം കിട്ടിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഈ പറഞ്ഞ പോലെ അവർ ജനിച്ച ദിവസം, ആഴ്ച ആയിരിക്കാം കേട്ടോ. ഇത്രയുമാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. അവരുടെ പേഴ്സണാലിറ്റി ട്രേസ്, ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ ഈ ക്യാപ്സൂൾ ക്ലൂസ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്